ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അതാ കണ്ണമ്മൂനും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പറഞ്ഞിട്ടിറങ്ങാൻ പോവാം. അപ്പോൾ ഒത്തിരി ദിവസമായി കണ്ണന് ഫിസിയോതെറാപ്പി ചെയ്തിട്ട്. അപ്പോൾ അവന് പനിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നത് താമസിച്ച. അപ്പം നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കാലാവസ്ഥയും മോശമായിരുന്നു, മഴയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ മഴയത്ത് കണ്ണനെയും കൊണ്ട് ഫിസിയോയ്ക്ക് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. എന്നിട്ട് ഇന്നും ക്ലൈമറ്റ് നല്ലതൊന്നുമല്ല, മഴയുണ്ട്, പക്ഷെ എന്നാലും വലിയ ശക്തിയിലില്ല, ഇങ്ങനെ ചാറി ചാറി നിൽക്കുക. അപ്പോൾ കണ്ണിന് ഫിസിയോ ചെയ്യാത്തതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, കൈക്കും കാലിനും ഒക്കെ പെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നത് മെയിൻ റോഡിലോട്ടാണ്. അവിടെ നിൽക്കാമെങ്കിൽ നമുക്ക് പോകാനുള്ള ഓട്ടോ ഒക്കെ കിട്ടും. അപ്പോൾ കാലി ഓട്ടോ ശരിക്കും വരുന്ന റൂട്ടാണ് ഇത്. അപ്പം ഞാൻ എന്നും പോകുന്നത് മോനെ കൊണ്ട് ഇങ്ങനെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാലിയോട്ട് വരുമ്പോൾ കൈ കാണിച്ചാൽ പോകുന്നത്. അപ്പം വലിയ ദൂരമൊന്നുമില്ല, നമുക്ക് ക്ലിനിക്കിലേക്ക് പോകാനും 3 മിനിറ്റ് അത്രയൊക്കെ വേണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ അധികം നിൽക്കുന്നൊന്നുമില്ല, മഴച്ചാറ്റിലൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോ വിളിച്ച് പോകാം. അപ്പോൾ കണ്ണിന് നിന്നത്തെക്കാട്ടിൽ വാശിയും സങ്കടവും ഒക്കെ ഉണ്ട്. രാവിലെ ഒരു മൂസൽ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് കണ്ണൻ ഈ റെഡിയാക്കി ഞങ്ങളിതായി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഫിസിയോതെറാപ്പിക്ക് ചെയ്യാൻ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കണ്ണിന് പനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇച്ചിരി വാശിയും സങ്കടവും, അത് കണ്ണിന് മാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പൊതുവേ ഉള്ളതാണ്. അവർക്ക് എപ്പോഴും അമ്മമാർ അടുത്ത് വേണം എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. അപ്പം ഈ കണ്ണനും അങ്ങനെ തന്നെ, പനി വരുമ്പോഴും ഒക്കെ എപ്പോഴും അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട്, അങ്ങനെ ഒരുപാട് സംസാരമൊന്നുമില്ല കണ്ണൻ, എന്നാലും ഇങ്ങനെ വയ്യാതൊക്കെ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ അമ്മ എന്നൊക്കെ വിളിച്ച് ഇരിക്കും. അപ്പോൾ ഇത് പനി വന്ന് മാറിയിട്ടും കണ്ണിന് സങ്കടവും വാശിയും ഒന്നും മാറിയിട്ടില്ല. ചുമ്മാ വെറുതെ ഇങ്ങനെ ചുണ്ട് പൊളുത്തിയിരുന്ന് കരയുന്ന ജോലിയാണ്. അപ്പോൾ അത് ഫിസിയോതെറാപ്പി ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ മഴയായിട്ട് കൂടി ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വന്നിട്ട് കൊല്ലമാണ്. ഞങ്ങളിപ്പോൾ വടകരയിൽ താമസിക്കുന്നത് 2 വർഷം കൊണ്ട് ഇപ്പോൾ വടകരയിലാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഡോക്ടറെ ഒരു റെഫർ കാരണം ഞങ്ങൾ ഇവിടെ വന്ന് മോന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് എത്തിയിട്ടുണ്ട്. അപ്പം കണ്ണൻകുട്ടൻ അതിനകത്തിന് ചെയ്യാൻ സമ്മതിക്കുമോ എന്നൊന്നും അറിയത്തില്ല. ഇനി ചെന്ന് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ആൾ ഭയങ്കര ഡീസൻ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി അകത്ത് കൊണ്ടുപോയി ഫിസിയോതെറാപ്പി ചെയ്യാനിരുത്തി കഴിഞ്ഞാൽ എന്തോന്നറിയത്തില്ല. ഇപ്പം കണ്ടില്ലേ, കരച്ചിൽ തന്നെ കണ്ണൻ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കണ്ണൻ ഫിസിയോയ്ക്ക് സമ്മതിക്കുന്നില്ല. പിന്നെ മാം പറഞ്ഞ് കിടത്തണ്ട, ഇരുത്തിക്കോ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ആൾ ഇച്ചിരി കരയാതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെയും കിടത്തുമ്പോൾ ഇത് തന്നെ, നമ്മൾ കളിപ്പാട്ടമൊക്കെ വെച്ചിട്ട് അവനെ കളിപ്പിച്ചിട്ട് അതിനോടൊന്നും ഒരു മൈൻഡ് ആക്കുന്ന കൂടിയില്ല. കരച്ചിൽ അങ്ങനെ തന്നെ. പിന്നെ മാം കുറച്ചൊക്കെ ഇങ്ങനെ കരച്ചിൽ മാറ്റാൻ നോക്കി, എന്നിട്ടൊന്നും ആൾ രക്ഷയില്ല. അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞ് അവൻ്റെ പെയിൻ മാറണ്ടേ, അപ്പം ചെയ്തോളാൻ പറഞ്ഞു മാമിനോട്. അപ്പം മാം അത് ചെയ്യുക. പക്ഷെ എന്നാലും അവന് ഇങ്ങനെ കരച്ചിലും ഒക്കെ ഉണ്ട്. പിന്നെ കണ്ണിന് എപ്പോഴും ഉള്ളൊരു ശീലവാക്കായി രണ്ടും വായി വെച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ പനിയാണെങ്കിലും ഒന്നുമല്ല, എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ. അവന് എന്ത് കാര്യം ചെയ്താലും അവന് 2 കൈ, നമ്മൾ ഭക്ഷണം കൊടുത്താൽ കൂടി 2 കൈ അവൻ്റെ വായിക്കകത്ത് വേണം. അപ്പോൾ അതൊക്കെ ഭയങ്കര പാടാണ്. അവനപ്പോൾ ആഹാരം കൊടുക്കുമ്പം വായിലോട്ടല്ല ചെല്ലുന്നത്, വായിക്കകത്ത് നിന്ന് കൈ ഇരിക്കുന്നതുകൊണ്ടെല്ലാം വെളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ, ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴും കൈ എപ്പോഴും വായിക്കകത്തിരുത്തേ. അപ്പം നമ്മളത് തുടച്ചു കൊടുത്ത് മാമൊക്കെ ഇങ്ങനെ കൈ പിടിക്കേണ്ടതല്ലേ, നമ്മൾ തുടച്ചു കൊടുത്ത് ഇരിക്കും. എന്നാലും കണ്ണൻ അങ്ങനെ തന്നെ ശീലം. പിന്നെ എന്നത്തെ പോലെ ഒരുപാട് ഫിസിയോ ഒന്നും ചെയ്തിട്ടില്ല. മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. കണ്ണൻ അതിന് ഓക്കെ അല്ലായിരുന്നു. കണ്ണൻ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് കണ്ണൻ ഒരു ഹാപ്പി അല്ലായിരുന്നു. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ആൾ ഓക്കെ അല്ല. എന്നിട്ട് ഇങ്ങനെ ചമ്പളം പണിഞ്ഞിരുത്താൻ മാം പറഞ്ഞു. അങ്ങനെ ഇരുത്തി മാമും കൊണ്ട് കൂടെ ഓരോ കളിപ്പാട്ടം വെച്ചിട്ട് കളിപ്പിക്കുക. പക്ഷേ അപ്പോഴെല്ലാം അവർ സങ്കടമുള്ളതുകൊണ്ട് എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അടുത്തിരിപ്പുണ്ടെങ്കിലും എന്നാലും അവന് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇരുന്നപ്പോൾ അവന് നിൽക്കണമെന്നുള്ളൊരു അങ്ങനെ ബലം പിടിച്ച് നിൽക്കാനുള്ളൊരിതാണ്. അപ്പം ഞങ്ങൾ പിടിച്ച് നിർത്തിയാലും കണ്ണൻ കുറച്ച് നേരം നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് കണ്ണൻ ക്രോസ് വെക്കും കാല്. അങ്ങനെയാണ് ചെയ്യുന്നത് അവൻ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ നിർത്തും. അവൻ തന്നെ ഓരോ ബലം പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അവന് ശരീരത്തിന് ബാലൻസ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം ഒരു കാര്യം ചെയ്യത്തില്ല. നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്തും. അപ്പോൾ ആൾ കുറച്ച് നേരമൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെയും ക്രോസ് ആക്കും. അപ്പം അങ്ങനെ എന്നിട്ട് അതിൻ്റെ കൂടെ ഇന്ന് വാശിയും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇത്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒക്കെ ആൾ നിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ്.
എന്നാൽ പിന്നെ കുറച്ച് നേരം മാം ഇങ്ങനെ കാലിലൊക്കെ പിടിച്ച് നിർത്തി, ഞാനും ഇങ്ങനെ മുകളിലൊക്കെ പിടിച്ച്, എന്നിട്ട് അവൻ കണ്ട കൈ രണ്ടും വായിക്കകത്ത് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ അത് ആ ഷൂ ഇട്ട് കുറച്ച് നേരം നിർത്താമെന്നുള്ള രീതി. അപ്പം ഇവനെ അല്ലാതെ മുകളിലും ഇടുന്ന മുട്ട് വരെയുള്ള ഷൂ ഉണ്ട്, പക്ഷേ ഇന്ന് അതിട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ കാലിൻ്റെ പത്തിയിൽ മാത്രമുള്ള ഷൂ ഇട്ട് കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ അതിട്ട് കൊടുത്തിട്ട് അവനെ കുറച്ച് നേരം നിർത്താമെന്ന് മാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിർത്താനുള്ള ശ്രമത്തിലായി. അപ്പോഴിത് അവരെ കൈ കണ്ടോ വായിക്കത്തിരിക്കുക. അപ്പോൾ അവന് എന്തെങ്കിലും വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റി പിടിച്ചു വെച്ചാൽ അതനുസരിച്ച് അവന് വാശിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾക്ക് അവൻ്റെ കൈ വേണ്ടല്ലോ. നമ്മളിപ്പം കയ്യിൽ ഫിസിയോതെറാപ്പി ചെയ്യുമ്പം അവന് കൈ പിടിക്കാൻ വായിക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാനത് തുടച്ച് കൊടുത്തിട്ട് മാം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഭയങ്കര ബലം പിടുത്തവും ചെയ്യാൻ സമ്മതിക്കത്തില്ല, അങ്ങനെയൊക്കെ വാശി കാണിക്കും കണ്ണൻ. എന്നാലും നമ്മൾ അവൻ്റെ കാര്യം നല്ലതിന് വേണ്ടിയല്ലേ, അവൻ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ലേ അവന് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെയും കൂടുതൽ വാശി പിടിക്കുമ്പം മാം തന്നെ പറയും അത് ഫ്രീ ആക്കി കൊടുത്തു, കൈ അവൻ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ എന്ന്. പിന്നെ എത്ര നമ്മൾ ചെയ്തിട്ട് അവൻ്റെ കൈ അങ്ങോട്ട് കൈ വായിൽ വെക്കുന്ന ശീലം മാറാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരുപാട് പല ആര്യവേപ്പും അങ്ങനത്തെയൊക്കെ തേച്ച് കൊടുത്ത്, എന്നിട്ടൊന്നും അവന് അതിനോട് ആ ശീലം മാറ്റുന്നില്ല. അവനത് അപ്പം വന്നിട്ടും ആര്യവേപ്പ് തേച്ച് കൊടുത്തിട്ടും വായിക്കകത്തോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ, കുറച്ച് വളരും തോറും ആ ശീലങ്ങൾ മാറുമായിരിക്കും. എന്നിട്ട് ഇതാ ഷൂ ഇട്ട് കണ്ണൻകുട്ടനെ കുറച്ച് പേരൊക്കെ നിർത്തി, എന്നിട്ട് അവൻ ദാ ബലമൊക്കെ പിടിച്ച് അവനെൻ്റെ ബാക്കിലോട്ട് വീഴുന്നു. എന്നാലും ഞാനും ആ മാമും കൂടെ ഒക്കെ മാക്സിമം പിടിച്ച് കുറച്ച് പേരൊക്കെ നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വാശിയായിട്ട്, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ റിസ്ക് എടുക്കണ്ട, മോൻ കുറച്ച് നിൽക്കും, നമ്മൾ കുറച്ച് ബലം മാത്രം പിടിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തവന്. അപ്പോൾ ഇപ്പം നല്ല ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ട് അവന്. അതിൻ്റെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ആൾ നല്ല മൂഡിലായിട്ടുണ്ട്, നല്ല ചിരി, മുഖത്തൊക്കെ ചിരി കണ്ടില്ലേ. അപ്പം നല്ല സന്തോഷമായി. അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ പിന്നെ അത് ഹാപ്പിയാവും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി ഫിസിയോതെറാപ്പി ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങാമെങ്കിൽ നമുക്ക് ഓട്ടോ കിട്ടും, അതേപോലെ തന്നെ കാലി ഓട്ടോ കിട്ടും. അപ്പോൾ ആ റോഡിൻ്റെ അപ്പുറത്ത് നിന്നാൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് കണ്ണൻകുട്ടൻ ഇനി പ്രശ്നമൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞതുകൊണ്ട് ആൾ ഹാപ്പിയായി. ഇനിയിപ്പോൾ കണ്ണന് ആഹാരം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം കണ്ണന് ആഹാരം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.